ഇപ്പം എന്നും രാവിലെ ഇതുപോലെ മഞ്ഞുണ്ടാവും. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും നല്ല മഞ്ഞായിരിക്കും. ഇപ്പം സമയം രാവിലെ 6 മണിയാണ്. ഇപ്പം 6:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള നല്ല ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നത്. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ അടുത്ത് ഗിവ് അവേ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നാണ് നമ്മളുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കന്ന് കിളികളും ഡ്രസ്സും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന ട്രിവാൻഡ്രത്തുള്ള സോഫൈൻ ഉണ്ടല്ലോ, ആ സോഫൈൻകാരാണ് നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഈ ആഴ്ച 3 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത ചില്ലി ചേന ഉണ്ടല്ലോ, ചില്ലി ചേനയുടെ ഒപ്പം ഞാനൊരു ക്യാരറ്റ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാരറ്റ് പൊറോട്ടയില് ഞാൻ ടോട്ടൽ എത്ര കപ്പ് ഗോതമ്പ് മാവാണ് ഉപയോഗിച്ചത്, അപ്പൊ അതിന്റെ അക്കം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ താഴെ വേണം നിങ്ങൾ കമന്റ് ചെയ്യാനുള്ളത്. കമന്റ് ചെയ്യേണ്ട ഫോർമാറ്റ് സലു കിച്ചൻ സ്പേസ് എത്ര കപ്പാണെന്നുള്ളതിന്റെ ആ അക്കം മാത്രം എഴുതിയാൽ മതി. പിന്നെ സ്പേസ് നിങ്ങളുടെ പേര്, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് നമ്മളുടെ പുഴുക്കലരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് 3 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജയ റൈസ് ആണ് കേട്ടോ, ഇതാണ്. അപ്പം ഞാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കും. ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നമുക്കിനി ഇത് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്റ്റെയിനറിലേക്ക് ഈ റൈസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ചുവട് കട്ടിയുള്ള പാൻ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനുള്ളത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മളിത് പച്ചരിയിലാണ്, അതായത് പച്ചരി കുതിർത്ത് പൊടിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിൽ പുഴുക്കലരി എടുത്തത്. ഇതൊന്ന് ഇതുപോലെ വറുത്ത് കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ച് വറുക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഇത് വറുത്തെടുക്കണം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, എങ്കിലേ എല്ലായിടവും ഒരുപോലെ വറുത്ത് കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ വറുത്ത് കൊടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന സൗണ്ട് കേൾക്കും കേട്ടോ, അതായത് ഈ അരി പൊട്ടുന്നതാണ്. എല്ലായിടത്തും ഇളക്കം ഒരുപോലെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ എല്ലാ അരിയും ഒരേ ടൈപ്പിൽ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ഈ കാസ്റ്റ് അയണിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ന്യൂട്രിയോൻ്റെ കാസ്റ്റ് അയൺ പാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാമല്ലോ. ഡിസ്കൗണ്ട് കോഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സൂക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചോ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചോ ചൂടാക്കി എടുക്കണം. അതിൻ്റെ ഈർപ്പെല്ലാം അതിൽ നിന്നും മാറണം. മാറിയ ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ, എല്ലായിടും. അതായത് ഈ 2 കാതിൽ, അകത്ത് മാത്രമല്ല ഇതിൻ്റെ പുറത്തും നന്നായിട്ട് ഓയിലൊന്ന് തേച്ചാണ് ഞാൻ മാറ്റി വെക്കണത്. നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കാസ്റ്റ് അയൺ പാനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല എന്താ പറയാൻ, നല്ല തിളങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വെറുതെ കഴുകി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തുരുമ്പിൻ്റെ ഒരു കളറുണ്ടല്ലോ, അത് പിടിക്കും. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ സൂക്ഷിക്കണം. എത്ര കൂടിയ കാസ്റ്റ് അയൺ പാൻ ആണെങ്കിലും, നല്ല പാൻ ആണെങ്കിൽ അതിൽ കളർ ചേഞ്ച് ഉണ്ടാവും. അത് വരാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ നല്ല പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്.
നമ്മൾ അരി ഇതുപോലെ റെഡിയായി വരുമ്പം കണ്ടോ പൊട്ടി പൊട്ടി വരും. അതായത് നമ്മൾ പോപ്കോണൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ കയ്യിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ കഴുകി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതേ കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് മൂത്ത കളർ വരണം. ഇപ്പോൾ കണ്ടോ നല്ല ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാനിൽ നിന്ന് നമ്മളിത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഈ പാൻ, അതായത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ചൂട് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ പാനിൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരുന്നാലും ഈ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതിനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഒന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. അപ്പം ഞാൻ സെയിം പാൻ തന്നെ ഒരു ടിഷ്യൂ കൊണ്ട് ഇതുപോലെ തുടച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഫുൾ തേങ്ങ തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ 8-10 ഏലക്കായും 2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് വറുത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് മാത്രമേ നമ്മളിത് ചൂടാക്കി എടുക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത ശേഷം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം ആ സമയത്തൊന്ന് ചൂടാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും ഒരേ സമയം തന്നെ ഇതുപോലെ ഇട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും തേങ്ങ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ്. അപ്പോൾ നമ്മളുടെ തേങ്ങ ഇത്രയും മൂത്തത് മതിയാകും. ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കറുപ്പിക്കണ്ട കേട്ടോ. ഞാൻ ഇത്രയും മൂപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇതും ഒന്ന് തണുക്കാനായിട്ട് വെക്കും. കാരണം ഈ ഇരുമ്പ് പാനിൽ വെച്ചിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിഞ്ഞു പോകും ആ ചൂടടിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തണുക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ദേ നമ്മളുടെ അരി ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുക്കണം. ഇതിലേക്ക് നമുക്ക് 2-3 ബാച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാനൊന്ന് പൾസ് ചെയ്ത ശേഷമേ തിരിച്ചു വെച്ചിട്ട് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ പൊടിച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. വീണ്ടും ഈ വരുന്ന തരി നമ്മൾ പൊടിച്ചെടുക്കും കേട്ടോ. പിന്നെ കുറച്ച് തരി ഞാൻ മാറ്റി വെക്കും. അത് ഉണ്ട വെക്കുമ്പോഴേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഇതുപോലത്തെ തരി ഞാൻ മാറ്റിയിടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ അരിയെല്ലാം നമുക്ക് പൊടിച്ച് ഇതുപോലെ അരിച്ചെടുക്കണം. ഇതുപോലെ ലാസ്റ്റ് അരിക്കുന്നതിൻ്റെ കുറച്ച് തരി ഞാൻ മാറ്റി വെക്കും കേട്ടോ. അപ്പം നമ്മൾ അരി പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ കഴുകുകയോ തുടക്കുകയോ ഒന്നും വേണ്ട. ഞാൻ ഈ തേങ്ങ ഒന്ന് കറക്കി എടുക്കുകയാണ് കേട്ടോ. അത് ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് കറക്കി എടുത്താൽ മതി. ഇത്രയും മതിയാകും. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുവാണ് കേട്ടോ. ബാക്കിയിരിക്കുന്ന തേങ്ങ ഇതുപോലെ തന്നെ അടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഇതുവരെ മധുരം ഒന്നും ഇട്ടിട്ടില്ലല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇപ്പം ചേർക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉണ്ട പിടിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് വളരെ കുറച്ചെടുത്തിട്ടാണ് ഉണ്ട പിടിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ശർക്കര ഞാൻ
ഉരുക്കി അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്, ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അല്ലാതെ ഇതിനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ശർക്കര പാനി ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കറുത്ത എള്ളിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായപ്പോഴേക്ക് ഇതുപോലെ ഒരു 3-4 സ്പൂൺ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കും. അതായത് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിന് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ, നല്ല ചൂടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ചൂടോടുകൂടി തന്നെ ഉണ്ട പിടിച്ചു കൊടുക്കാം. ഏത് വലിപ്പത്തിലുള്ള ഉണ്ടയാക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ശർക്കരപ്പാനി ഞാൻ നല്ല കട്ടിക്കാണ് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു അതായത് നമ്മൾ ലഡുവിൻ്റെ ആ ഒരു സൈസിലേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉരുട്ടി നല്ല ഷേപ്പ് വരുത്തണം. പിന്നെ ഞാനിവിടെ കുറച്ച് തരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഉരുട്ടിയ ഉരുള ഈ തരിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കറുത്ത എള്ളിട്ട് കൊടുക്കണം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് മധുരമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1/2 കപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അതായത് നല്ലതുപോലെ തണുത്ത ശേഷം, അതായത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ചൂടുണ്ടാവുമല്ലോ, അത് മാറിയ ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അത് നമുക്ക് ഇത് പഴത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും അല്ലെങ്കിൽ ചായയുടെ കൂടെ വെറുതെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളുടെ അവലോസ് പൊടിയും അവലോസ് ഉണ്ടയും റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല മണമാണ് കേട്ടോ. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവലോസ് പൊടിയും അവലോസ് ഉണ്ടയാണ് ഞാനിന്ന് തയ്യാറാക്കിയത്. സാധാരണ നമ്മൾ പച്ചരി പൊടിച്ചിട്ടൊക്കെയാണ് അവലോസ് പൊടി തയ്യാറാക്കുന്നത്. ഇത് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അവലോസ് പൊടിയാണ് ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റി അവലോസ് പൊടിയും അവലോസ് ഉണ്ടയുമാണ്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണേ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലിങ്ക് ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുതേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പൊ ഇന്ന് ടേസ്റ്റ് നോക്കാൻ നമ്മുടെ സുൽത്താനാണുള്ളത്. സൽമാനും റിസ്വാനും ഇവിടെ ഇല്ല, അവർ രണ്ടുപേരും കൂടെ പുറത്തു പോയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇനി അടുത്ത് ഇതൊന്ന് ടേസ്റ്റ് നോക്ക്. എങ്ങനെയുണ്ട്? ഹാർഡാണോ ലൈറ്റ് ആണോ? ഒന്നുമല്ല, ഇതെന്താ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ആ ഗെയിമിന്റെ ഒരു ക്യാരക്ടറിന്റെ കീചെയിൻ ആണ്. നല്ല ട്രെൻഡിങ് ഗെയിം, അമോങ് അസ് എന്ന് പറഞ്ഞ ട്രെൻഡിങ് ഗെയിം. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലായ ക്രാഫ്റ്റ് കോഡ് ബൈ സുൽത്താൻ നിസാർദൻ. അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടാണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് നിങ്ങൾക്കും ഫ്രീ ആയിട്ട് കിട്ടാം. അവരെന്താണ് ചെയ്യേണ്ടത് അതിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 50 പേര് വന്ന 50 പേർക്കും ഫ്രീ ആണ്? 50 പേർക്കും ഫ്രീ ആണ്. അടിപൊളിയാണല്ലോ. അതുകൊണ്ട് അവലോസ് പൊടിയുടെ ഇടയിൽ കച്ചവടം ക്രാഫ്റ്റ് കോഡ്
ഇന്ന് നമ്മുടെ സുൽത്താന് ഈ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാനൊക്കെ വലിയ പാടാണ് കേട്ടോ. നമ്മുടെ സുൽത്താൻ റിസ്വാനും സൽമാനും ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പണിയാണ്.